പ്രോഗ്രാമിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ റിയാലിറ്റി എന്നുള്ളത്, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും എന്നുള്ളതാണ്. മരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോണ്ടിങ് ആയിട്ടുള്ള സത്യം. അതിനെ നമ്മൾ എത്രയൊക്കെ ഒളിച്ചോടിയാലും അതൊരു ദിവസം സംഭവിക്കും. അപ്പോൾ എന്താണ്, ആദ്യ ശ്വാസത്തിൻ്റെയും അവസാന ശ്വാസത്തിൻ്റെ ഇടയിലുള്ളൊരു ചെറിയ യാത്ര, ഈ യാത്ര എത്ര അധികം ഓർമ്മകൾ ഉണ്ടാക്കാം, എത്ര അധികം ആൾക്കാരിൽ സ്മരണകൾ ഉണ്ടാക്കാം, എത്ര ആൾക്കാരിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാം, ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ലൈഫ്. ഇതൊക്കെ ആയിരിക്കണം നമ്മൾ മനസ്സിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ടത്. അതെ. അങ്ങനെ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നേരത്തെ പഴയൊരു എപ്പിസോഡിൽ ഈ കിഡ്നിയിലെ കല്ല് മാറ്റുന്ന ഒരു ഒറ്റമൂലിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഒറ്റമൂലി അല്ലെങ്കിൽ പച്ചമരുന്നുകൾ, ഇങ്ങനെയുള്ള ഔഷധ മൂലികകളുടെ ഒരുപാട് പേർക്ക്, പലർക്കും, നമ്മൾ മലയാളികളാണെങ്കിൽ പോലും മലയാളികൾക്ക് പലർക്കും അറിയില്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളുടെ ഗുണമേന്മ പോലും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? വയനാട് തോണിച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ കിഡ്നി സ്റ്റോൺ, അതായത് നമുക്ക് മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന ഈ ഒരു വ്യാധി പിടിപെട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആശുപത്രി പോയിട്ട് ഒത്തിരി പൈസ ഒക്കെ ചിലവ് ചെയ്തു. ഇപ്പോൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പലർക്കും തടി തപ്പാം. ഇല്ലാത്തവർ, ഇൻഷുറൻസ് ഒന്നും എടുക്കാത്തവർക്കൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ അതുമല്ല, ആശുപത്രി പോയി ഇത്രയും ദിവസം കിടക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു ആദിവാസി സ്ത്രീയാണിത് ചെയ്യുന്നത്, ഈ വയനാട് തോണിച്ചാൽ എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഏത് ഭാഗത്താണോ കല്ല് വേദന എന്ന് വെച്ചാൽ അവിടെ കൈകൊണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ വരയ്ക്കുകയും അതിങ്ങനെ കൈകൊണ്ട് തന്നെ കുത്തിയെടുത്ത് ഈ ആളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ ചെയ്യുന്നൊരു കർമ്മമാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞോ സ്കാൻ ചെയ്ത് നോക്കിയാൽ കല്ലുണ്ടാവില്ല. ആ കാര്യമൊക്കെ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം കണ്ടിട്ട് പലരൊക്കെ അവിടെ പോയി നോക്കി, ആകെ 400 രൂപ അല്ലെങ്കിൽ 500 രൂപ അവർ ഫീസ് വാങ്ങുന്നുള്ളൂ. അത്ര മഹത്തായിട്ടുള്ളൊരു കർമ്മം അവിടെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരനെ അതൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. ആൾക്ക് 10 mm മേലെ ആയിരുന്നു കല്ലിൻ്റെ വലിപ്പം. അതല്ല 6 mm മുതൽ താഴേക്കുള്ള കല്ലാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ അടുത്തുള്ള മരുന്നൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 ദിവസം കഴിക്കണം. ഇവിടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീരാം. അപ്പോൾ എന്തായാലും അത് ഒരു അതിശയം പോലെ തന്നെയാണ്. കാരണം ഒരു കല്ല് അവരെ കയ്യിലേക്ക് കൊടുക്കുന്നു, പിന്നീട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ കല്ലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവരെങ്ങനെ മാറ്റിയാലും നമ്മുടെ രോഗം മാറിയാൽ മതി. അപ്പോൾ ശാസ്ത്രമാണോ അതേ മന്ത്രവാദമാണോ തന്ത്രമാണോ എന്തായിക്കോട്ടെ, നമുക്ക് രോഗം മാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ കൊടുക്കണം. അല്ലാതെ ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ്, അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ 400 രൂപയ്ക്ക് വേണ്ടി എന്ത് തട്ടിപ്പാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയും കൂടി നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ഈ വയനാടൻ ഗ്രാമങ്ങളിലൊക്കെ ക്യാൻസറിനടക്കമുള്ള മരുന്നുകൾ അവിടെയുള്ള ഈ ആദിവാസി മൂപ്പന്മാര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ക്യാൻസർ, ഇപ്പോൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പണ്ട് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വൈദ്യരുണ്ടായിരുന്നു ക്യാൻസർ ചികിത്സിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു തവണ പൂജയ്ക്ക് വന്നൊരു ക്രിസ്ത്യൻ സമൂഹം, ഒരു സമുദായാംഗം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു 66 വയസ്സിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. ആ ക്യാൻസർ എൻ്റെ അടുത്ത് വരുമ്പോൾ 76 വയസ്സായി. 2-3 വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയോടുകൂടി ക്യാൻസർ മാറുകയും ഇപ്പോഴും ആൾ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നുമായിട്ട് 2-3 കൊല്ലമായി. അപ്പോൾ ഏകദേശം ഒരു 79-80 വയസ്സിൻ്റെ അടുത്തായി. പൂർണ്ണ ആരോഗ്യവാനാണ് ആൾ. പാടത്തും പറമ്പിലൊക്കെ കിളക്കുകയൊക്കെ ചെയ്യും. ക്യാൻസർ പിടിച്ച ഒരാളാണ് ആൾ. ഇപ്പോഴും നല്ല പൂർണ്ണ ആരോഗ്യം, ഇത്രയും വയസ്സിലും ജോലി എടുത്ത് നടക്കുകയാണ്. അപ്പോൾ ക്യാൻസറിന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അതിൻ്റെ ചികിത്സ കൊടുക്കുന്ന ആളുണ്ടായിരുന്നു. പിന്നീട് മകൻ അത്ര പ്രഗത്ഭനുണ്ടാകുന്നതാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേരും കാര്യമൊന്നും ചോദിക്കാതെ വിട്ടത്. അപ്പോൾ എന്നിരുന്നാലും അപ്പോൾ അങ്ങനെ ക്യാൻസറിന് പോലും നമ്മളുടെ ഈ നാട്ടിൽ പോലും ഈ തിരുവനന്തപുരത്ത് പോലും അതിനുള്ള ചികിത്സ ഉണ്ടായിരുന്നു. പക്ഷേ ജനം ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അതേപോലെയാണ് ഈ ഒറ്റമൂലി ചികിത്സകരും അതേപോലെയുള്ള ചെറിയ ചെറിയ വൈദ്യന്മാരും ജനം അറിയുന്നില്ല, പരക്കം മാഞ്ഞ് ഓടി നടക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ക്യാൻസറിനും ഷുഗറിനൊക്കെ ഉള്ളൊരു മരുന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിത്യകല്യാണി അല്ലെങ്കിൽ ശവക്കോട്ടപ്പച്ച എന്ന് പറയുന്ന ആ പൂവ്, അതിൻ്റെ പൂവ് വെള്ളപ്പൂവായിരിക്കണം ഏറ്റവും ഉത്തമം. അങ്ങനെയുള്ള വെള്ളപ്പൂവ് 5 എണ്ണം എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ്സാക്കി കാച്ചി രാവിലെയും വൈകിട്ടും കഴിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗറിനെയും പ്രതിരോധിക്കും, അതേപോലെ ക്യാൻസറിനെയും പ്രതിരോധിക്കും. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, കോശങ്ങൾ നശിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാകാര്യമാണ്. കാരണം വന്നത് വരെ വരുള്ളൂ, അത് വിട്ട് താഴേക്ക് നശിക്കില്ല. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് ഈ പറഞ്ഞ ശവക്കോട്ടപ്പച്ച അല്ലെങ്കിൽ നിത്യകല്യാണി. അപ്പോൾ അതിന് വിലയില്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഒരു നിസ്സാരമായൊരു സംഭവമാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ആരും ധരിക്കേണ്ട. നിങ്ങൾ വേണമെങ്കിൽ ഇതെല്ലാം കഴിച്ചു നോക്കിയിട്ട് ഇത്ര ഒരു 60 ദിവസം 63 ദിവസം കഴിച്ച് 21 ദിവസമാണ് എപ്പോഴും പച്ചമരുന്നിൻ്റെ കോഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3 പ്രാവശ്യം കോഴ്സ് കഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പോയി ടെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ അനുഭവം. അല്ലാതെ നമുക്ക് എനിക്ക് ക്യാൻസർ ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് പരീക്ഷിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ളവർക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. അതേപോലെ ഷുഗറിനെ പ്രതിരോധിക്കും. പിന്നെ ഷുഗറിന് അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന
വൃക്ഷത്തിൻ്റെ ഇലകൾ തിളപ്പിച്ച് കുടിച്ചാലും ഷുഗറിനെ പ്രതിരോധിക്കാം. ക്യാൻസറിനും ഫാഷൻ ഫ്രൂട്ടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? അതേപോലെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഫലം ഭക്ഷിച്ചാലും ഈ ഷുഗറിനെ പ്രതിരോധിക്കും, ക്യാൻസറിനെ പ്രതിരോധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ നാടുകളിൽ തന്നെ ഒത്തിരി മരുന്നുകളുണ്ട്. പക്ഷേ ഇതിനൊന്നും വിലയില്ലാത്തതുകൊണ്ട് ഈ വിലയില്ലാത്ത സാധനമൊന്നും ജനം മൈൻഡ് ചെയ്യില്ല. അതിന് തന്നെ പണ്ടെന്തോ ഈ ആന്തച്ചക്ക എന്ന് പറയുന്ന സാധനം ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കും, അതിനല്ലാതെ വേറെ ആ ചക്കയുടെ രൂപത്തിൽ തന്നെ ഇതിനോട് വലിപ്പമുള്ളൊരു ചക്ക ക്യാൻസറിനെ പ്രതിരോധിക്കും എന്നുള്ളത് നമ്മുടെ ഒരു യോഗയുടെ ഒരു ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ 10-20 രൂപ വില ഉണ്ടായിരുന്ന സാധനത്തിന് 400-500 വിലയായി. അപ്പോൾ ആളുകൾ മുഴുവൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ വിലയില്ല എന്ന് കരുതി അതിന് ഒരിക്കലും ഗുണമില്ല എന്ന് നിങ്ങൾ കരുതണ്ട. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വയറിളക്കം പിടിച്ചു, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വയറിളക്കം വളരെ ശക്തമായിട്ട് വയറിളക്കം പിടിച്ച് മാറുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മരുന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് കട്ടൻ ചായ വളരെ കടുപ്പത്തിൽ, വളരെ കടുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലൊഴിച്ച തല ചകിടിച്ച് പോകുന്ന പോലെ കയ്പുണ്ടാവും, അത്ര കടുപ്പത്തിൽ 1/2 ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നല്ല രീതിയിൽ ഉപ്പിട്ടിട്ടങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടിയ പോലെ ഈ വയറിളക്കം അവിടെ നിൽക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ നമ്മുടെ പൂർവികത്തിൽ ഒരുപാട് ഒറ്റമൂലികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ കിഡ്നി സ്റ്റോണൊക്കെ നമുക്ക് രാത്രി പെട്ടെന്ന് വേദനയൊക്കെ കൂടി ആശുപത്രി പോകാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ വേദന സഹിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ 10 ഗ്രാം ഒലിവ് ഓയിലും ഒരു ചെറുനാരങ്ങയുടെ നീരും രണ്ടും കൂടി ഡൈലൂട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ ഈ കിഡ്നി സ്റ്റോണിൻ്റെ വേദന ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി അതായത് നമ്മളുടെ സമൂഹത്തിൽ പലർക്കും അറിയില്ലാത്ത, നമ്മൾ കരുതും വലിയ ആളുകളൊക്കെയാണ്, പക്ഷേ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ അതേപോലെ വാതക്കുരു എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. വാതക്കുരു വരുന്നതെല്ലാം ഞരമ്പിലായിരിക്കും വരിക. ഞരമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈയുടെ ഞരമ്പിൽ വരാം, കാലിൻ്റെ ഞരമ്പിൽ വരാം, ഒടിയിൽ വരാം, അങ്ങനെ ഗുഹ്യഭാഗത്ത് വരാം. അതെല്ലാം ഞരമ്പിലായിരിക്കും. ഞരമ്പിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും ഇതിന്. കാലിനൊക്കെ വരാം, നടക്കാൻ പറ്റില്ല, നീര് വയ്ക്കും. അപ്പോൾ സാധാരണ രീതിയിലൊക്കെ ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യും, അല്ലെങ്കിൽ അങ്ങ് ചെത്തിക്കളയും, അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായ ദേവതാരം എന്ന് പറയുന്ന, ഈ ദേവതാരം കടയിൽ വാങ്ങാൻ കിട്ടും. വെറും 10 രൂപ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഷ്ണം നമുക്ക് തരും. ഇത് കൊണ്ടുവന്നിട്ട് അരച്ച് ആ വാതക്കുരിൻ്റെ മുഖത്തങ്ങ് പുരട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇത് അരച്ചിടുമ്പോൾ തന്നെ വേദന മാറും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇത് പൊട്ടി അതിൻ്റെ ആണി പോവുകയും ചെയ്യും. അപ്പം അത്ര സിമ്പിളാണ്. അപ്പോൾ ഇതൊന്നും ആശുപത്രി പോകേണ്ട യാതൊരു കാര്യമില്ല. ഈ ദേവതാരം എന്ന് പറയുന്ന ഈ സാധനമെല്ലാം അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 10-25 ആൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്രയും വലിയൊരു കഷ്ണമാണ് തരുന്നത്. ഇതൊരു ചെറിയൊരു അംശം ആവശ്യമുള്ളൂ. കാരണം ഇത്തിരി ഇട്ട് അതിൻ്റെ മുഖത്തങ്ങ് ഇട്ട് കഴിയുമ്പോൾ തന്നെ വേദന മാറുകയും പിറ്റേ ദിവസം ഇതിൻ്റെ പൊട്ടി ആണി അങ്ങ് പോകും. അപ്പോൾ ഇതൊക്കെ ആശുപത്രി പോയി കഴിഞ്ഞാൽ 1-2 ആഴ്ച ചികിത്സയാണ്, എന്നാലും മാറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്ര കണ്ട് സിമ്പിളായിട്ട് പച്ചമരുന്നുകൾ നമ്മളുടെ സമൂഹത്തിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലിവ്, കുട്ടികൾക്ക് കഫക്കെട്ടൊക്കെ ഭയങ്കരമായിട്ട് വന്നു കഴിയുമ്പോൾ കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും വലിവ് കഫക്കെട്ട്, ഈ കഫം കൊണ്ട് വരുന്ന വലിവാണെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചുക്ക്, ചെറുതിപ്പല്ലി, കുരുമുളക്, ഇതെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഉള്ള മരുന്നുകളാണ്. ചെറുതിപ്പല്ലി മാത്രമേ വീട്ടിലില്ലാതെ വരുള്ളൂ. കാരണം ചുക്കും കുരുമുളകൊക്കെ ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. കാരണം വല്ല ജലദോഷം, പനി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പോലും അടുത്തുള്ള കടകളിലെല്ലാം ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നൊരു സാധനമാണ് ഈ പറഞ്ഞ ചുക്കും കുരുമുളകും എല്ലാം. അതിൻ്റെ കൂടെ ചെറുതിപ്പല്ലി എന്ന് പറയുന്നത് മാത്രമാണ് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ചുക്ക്, കുരുമുളക്, ചെറുതിപ്പല്ലി, ഈ 3 ദ്രവ്യങ്ങൾ വാങ്ങിയിട്ട് ഇതെല്ലാം 5 ഗ്രാം സെപ്പറേറ്റ് എടുത്ത് സെപ്പറേറ്റ് പൊടിക്കണം. ഒന്നിച്ചുകൂട്ടി പൊടിക്കാൻ പാടില്ല. കാരണം ഇത് 3ഉം വളരെ അസിഡിക്കുള്ള ദ്രവ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് 3ഉം കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ട് മരുന്ന് മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് പൊടിക്കുക. 5 ഗ്രാം പൊടിച്ചിട്ട് സമം പഞ്ചസാര 15 ഗ്രാമായി കഴിയുമ്പോൾ അതിന് 15 ഗ്രാം പഞ്ചസാര സമം ചേർത്ത്, അപ്പോൾ 30 ഗ്രാമായി. ഇത് തേനിൽ ചാലിച്ച് രാവിലെയും വൈകിട്ടും അങ്ങനെ അടുപ്പിച്ചൊരു 3 ദിവസമോ 5 ദിവസമോ 7 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ കഫവും അങ്ങ് ഇളകിപ്പോവും. നമ്മളുടെ മോഷനിലൂടെ തന്നെ ഇളകിപ്പോവുകയും ഈ കഫം കൊണ്ടുള്ള വലിവാണെങ്കിൽ ഇത് അവിടെ നിൽക്കുകയും ചെയ്യും. ഇത് കുട്ടികൾക്കാണെങ്കിൽ ഒരു നുള്ളു മാത്രമേ ഇടാൻ പാടുള്ളൂ. കാരണം കുട്ടികൾക്ക് ഈ പറഞ്ഞ 5 ഗ്രാമം താങ്ങാനുള്ള ശക്തി അവരുടെ ശരീരത്തിന് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ളു മാത്രമേ ഇടാൻ പാടുള്ളൂ. ആളുടെ ആരോഗ്യം അനുസരിച്ച് മാത്രമേ മരുന്ന് പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആചാര്യം പറഞ്ഞു അതുകൊണ്ട് കൊച്ചിന് 5 ഗ്രാം ഇട്ടു എന്ന് പറഞ്ഞാൽ കൊച്ച് തട്ടിപ്പോവും. അവസാനം ആചാര്യൻ്റെ കിട്ടിയിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇത് തന്നെ ഇത്തിരി കൂടി ആരോഗ്യമുള്ള ആളാണ്. അതുകൊണ്ട് 10 ഗ്രാം ഇട്ട് വേഗം മാറ്റാമെന്ന് കരുതണ്ട. 5 ഗ്രാം വരെ ഒരാൾക്ക് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. 10 ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ 30 ഗ്രാം ഇൻറ്റു 30 + 30 60 ഗ്രാം കഴിച്ചു കഴിഞ്ഞാൽ ആൾ ഒരു ദിവസം പോലും പിന്നീട് ജീവിക്കില്ല. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അസിഡിക്കുള്ള ദ്രവ്യങ്ങളാണ് ഇത് വയറിൻ്റെ അകത്തേക്ക് ചെല്ലുന്നത്. ഈ കുടലങ്ങ് ദ്രവിച്ച് തീർന്നു പോകുന്നൊരു ഇടപാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 5 ഗ്രാം എന്ന് പറയുന്നത് 5 ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാതെ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ഈ വലിവിനെ പ്രതിരോധിക്കാൻ, അതായത് കഫം കൊണ്ടുവരുന്ന വലിവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചിലർക്ക് ജന്മന വലിവുണ്ട്, തണുപ്പിൽ പോയി നിന്നാലുള്ള വലിവ്, അതിനെ ഇത് പ്രതിരോധിക്കില്ല. കഫം കയറി വരുന്ന വലിവ് പ്രതിരോധിക്കും. ഈ മരുന്ന് മാത്രം കഴിച്ചാൽ മതി. അങ്ങനെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം 7 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഈ വലിവ്
അവിടെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ്, സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിനൊക്കെ ചെറുള സമൂലം ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാലും ഈ മൂത്രത്തിൽ പഴുപ്പ് അവിടെ നിൽക്കും. പിന്നെ ഞെരിഞ്ഞിൽ നല്ലതാണ്, പക്ഷേ അതിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഞെരിഞ്ഞിൽ കഴിച്ചു കഴിഞ്ഞാൽ വളരെ കൂടുതൽ ഏത് സമയവും വെള്ളം ദാഹവും ഏത് സമയവും മൂത്രമൊഴിക്കലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞെരിഞ്ഞിലേക്ക് പോകാത്തത്. അതിൽ നിന്നേക്കാളും നല്ലത് ചെറുളയാണ്. പിന്നെ അതുകൂടാതെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന മഹാവ്യാധി, അതിൻ്റെ മരുന്ന് നിങ്ങൾ മനസ്സിലാക്കുക, കീഴാർനെല്ല് മാത്രമാണ് അതിൻ്റെ മരുന്ന്. കീഴാർനെല്ല് സമൂലം പറിച്ച് പാലിൽ അരച്ച് ഈ പറഞ്ഞ പോലെ 7 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറിക്കിട്ടും. മഞ്ഞപ്പിത്തത്തിന് വേറെ ഒരു മരുന്നും ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആശുപത്രിയിൽ പോയാലൊന്നും മഞ്ഞപ്പിത്തത്തിന് മരുന്നില്ല. ഇത് ലിവറിലേക്ക് കയറുമ്പോൾ അവരവിടെ കുറേയൊക്കെ എടുത്ത് ചികിത്സിക്കുന്നല്ലാതെ കണ്ട് സാധാരണ രീതിയിൽ രോഗി മരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ മരുന്ന് കീഴാർനെല്ലി എന്ന് പറയുന്ന നമ്മളുടെ എല്ലാം ഭവനങ്ങളിൽ അല്ലെങ്കിൽ പറമ്പുകളിലെല്ലാം കാണുന്ന ഈ ചെറു സസ്യം തന്നെയാണ്. അത് സമൂലം അരച്ച് പാലിൽ 7 ദിവസം കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പിത്തത്തിനെ പ്രതിരോധിക്കാം, അതായത് മാറിപ്പോക്കോളും. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് നാട്ടറിവായിട്ട് പറഞ്ഞു കൊടുക്കുക. അതെ, നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ തന്നെ ഫിലോസഫി പറഞ്ഞാലും നമ്മളിപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു, എനിക്ക് 2 മക്കളുണ്ട്, ആ 2 മക്കളുടെ ഭാവിയും എൻ്റെ ജോലിയും എൻ്റെ കരിയറും എൻ്റെ കുടുംബവും എൻ്റെ വീണയ്ക്കാണെങ്കിലും വീണയുടെ അതേ പ്രിഫറൻസസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് ഇടയ്ക്ക് ഒന്ന് നിന്നു, ഈ ഓട്ടത്തിനിടയിൽ ഒന്ന് നിന്നു ചിന്തിച്ചു എന്താ വേണ്ടേ. പിന്നെ നമ്മൾ നമ്മുടെ ലോകത്തേക്ക് നോക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നോക്കുന്നു. അതെ അതെ, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്ന കുറച്ച് സമയത്ത് പരമാവധി നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കുക, സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് എനിക്ക് മാത്രം സന്തോഷം തരുന്നതായിരിക്കരുത്, എല്ലാവർക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്വധർമ്മം ഉണ്ടാവും, എല്ലാവർക്കും എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടാവും. ആ സ്വധർമ്മം കൂടെ കണ്ടുപിടിക്കുക. അതെ, അതെല്ലാം കണ്ടെത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആകമൊഴുകി ഓരോരുത്തരുടെയും ജീവിതം വളരെ ഫലപ്രദമാകട്ടെ, വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വിട പറയുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.